അമ്മയ്ക്ക് ഇപ്പൊ ഒരു 5000 വേണമെങ്കിലേ വിനോദന്റെ മുമ്പിൽ കാര്യകാരണ സഹിതം ബോധിപ്പിച്ച് പരാതിയും പറയണം. എന്നാൽ മാത്രമേ മൂപ്പരേന്ന് ഒരു 5000 രൂപ കിട്ടും. പിന്നെ അനീഷനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, പ്രാരാബ്ദങ്ങളല്ലേ കുടുംബത്തിന്റെ. ഞങ്ങൾ വെച്ചിട്ട് പോവുക. പണ്ടൊക്കെ നല്ല അച്ചടക്കത്തോടെ ഓരോന്നും ചെയ്യുന്നതാ. ഇപ്പൊ എന്താണാവോ പറ്റിയത് ഇങ്ങനെ മാറാൻ? പിന്നെ ശ്രുതി, എന്താമ്മേ? പിന്നെ ഇന്ന് വൈകുന്നേരം പോകുമ്പോഴേ ഇന്നലെ ഇട്ട മാല ഇടാൻ നിൽക്കരുത് കേട്ടോ. വേറെ ഏതെങ്കിലും മാല ഉണ്ടോ നിന്റെ കയ്യില്? ഇല്ലമ്മേ, എന്റെ കയ്യിൽ പിന്നെ ഉള്ളത് ഷോമാലയാ. അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു നെക്ലസ് തന്നെ വേണ്ടേ? ഷോമാലയോ? ഏത് ആ പേപ്പർ പോലെ ഇങ്ങനെ കിടക്കുന്ന മാലയോ? അതൊക്കെ ഇട്ടിട്ട് പോയ ഉള്ള വില അങ്ങോട്ട് പോവും. വേറെ ഒരു നെക്ലസും ഇല്ലേ നിന്റെ കയ്യില് എക്സ്ട്രാ? അമ്മ ആ നെക്ലസ് തന്നെയാ ഉള്ളത്. അതങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനത് വാങ്ങുമ്പോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാന്നുള്ള വിചാരത്തിലും കൂടി തന്നെയാ വാങ്ങിയത്. ബെസ്റ്റ്. ഡെയിലി ഇടാൻ വേണ്ടിട്ട് വാങ്ങിയ മാലയാണത്. അയ്യോ, ഇന്നലെ ആ പെണ്ണുങ്ങൾ അടയ്ക്കുന്നതിന്റെ തൊലി ഉരിഞ്ഞു പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാറ്റകളും നിന്റെ മാലയിലേക്കാ നോക്കുന്നത്. ഒന്നിലും കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഇതിലൊക്കെ നോക്കൂല. ഈ കുടുംബത്തിനല്ലേ പോകുന്നത്. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? നിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി ആഴ്ചകള് ചോദിക്കാൻ. ഞാൻ എന്ത് മറുപടി പറയും? അല്ലെ പിന്നെ വരണ്ടയില്ലായിരുന്നു. അമ്മ അതിനത് അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചിലപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കൊണ്ടായിരിക്കും നോക്കിണ്ടാകുക. അതിൽ 2.25 പവനുണ്ട്. ഓ, 2.25 പവൻ വലിയ സംഭവാ. നീക്ക് ഏത് നൂറ്റാണ്ടില് ജീവിക്കുക? ഇവിടെ അനുമോക്ക് ഞങ്ങള് ആദ്യം കൊടുത്ത നെക്ലസ് തന്നെ ഉണ്ട് 5 പവൻ. 70 പവനല്ലേ കൊടുത്തിരിക്കുന്നത്. അവൾ ഒരു സ്ഥലത്ത് ഒരു മാല ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോ അതിടില്ല, വേറെ എടുത്തിടും. അല്ല, എന്താ നിന്റെ വീട്ടുകാർ ഇമാതിരി ഒരു പണി കാണിച്ചൊരു ചതിയല്ലേ ചെയ്തത്? അല്ല, അപ്പൊ നിന്നെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇതിപ്പോ നിന്റെ വീട്ടുകാരെ കയ്യിൽ പറ്റി തെറ്റല്ലേ? ഞങ്ങൾ അവരോട് പറഞ്ഞു കുട്ടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ രീതിക്ക് അങ്ങനെയാണ് അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇമാതിരി ചതി അവര് ഞങ്ങളോട് ചെയ്ത് പോട്ടെ, നിന്നോട് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചോ? 6 പവന്റെ മാലയും തന്നു വിട്ടിട്ട് ഇങ്ങനെയാണ് ഒരു പെണ്ണിനെ അയക്കേണ്ടത്? ശേ അമ്മ, 6 പവൻ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. 8 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് പണിക്കൂലി എല്ലാം കൂടിയിട്ട്. പിന്നെ കല്യാണത്തിന് വേറെയും ചെലവുകളില്ലേ. പിന്നെ എന്റെ പേരൻസിനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവര് തന്നതല്ല അത്. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയതാ. അവരെ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ജോലി കിട്ടിയ അത്രയല്ലേ ആയിരുന്നായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു. ഇത്രേ പറ്റുമായിരുന്നുള്ളൂ. അത് ശരി. അപ്പൊ നീയാണോ നിന്റെ കല്യാണം നടത്തിയതും സ്വർണം വാങ്ങിയതൊക്കെ? അയ്യോ, ഈ കാര്യം പക്ഷെ ഞാൻ അറിയില്ല കേട്ടോ. അമ്പമ്പമ്പമ്പമ്പോ, എന്നാലും ഇത് എന്ത് വീട്ടുകാര് ഈ പെണ്ണിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയായിരുന്നു നിങ്ങൾ ഒന്നും തരേണ്ട, പെൺകുട്ടിനെ മാത്രം ഇങ്ങോട്ട് അയച്ചാൽ മതി. ഇന്ന് പണിയെടുത്ത പൈസ മുഴുവൻ വാങ്ങിയെടുത്ത് സ്വർണവും വാങ്ങിയിട്ട് അതിന് അയക്കാൻ വേണ്ടിട്ടാണോ? കഷ്ടം തന്നെ, നാണക്കേട്. അതിനെന്താ അമ്മേ? അതിലെന്ത് തെറ്റാണുള്ളത്? എന്റെ അച്ഛനും അമ്മയ്ക്കും ബേർഡൻ കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ അവരെന്നെ പഠിപ്പിച്ചൊരു ജോലിയാക്കി തന്നല്ലോ. പിന്നെ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ബെസ്റ്റ്. അപ്പൊ അനിയത്തിന്റെ എന്താ ചെയ്യാ? അതിനും ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് ജോലിയാക്കി പൈസ ഉണ്ടാക്കി എന്നിട്ടാണോ അതും കല്യാണം കഴിക്കുക? അയ്യയ്യ, അന്ന് കല്യാണ പൊന്തല്ലേ വെച്ചിട്ട് വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അന്തസ്സായിട്ട് നിന്റെ അച്ഛൻ നടക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ മൂപ്പരോട് പോയിട്ട് എന്താ ഏട്ടാന്നൊക്കെ പറഞ്ഞ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ 5 പൈസന്റെ വില കൊടുക്കില്ലേ? ഇതിപ്പോ എന്റെ മോൻ സാരല്ല. എന്ത് ചെയ്യാനാ, ഓരോരുത്തർക്കും ഓരോരോ വിധിയല്ലേ. തൽക്കാലം നീ ഒരു കാര്യം ചെയ്, താലി ഉണ്ടല്ലോ അത് മാത്രം പുറത്തിട്, മറ്റേ നെക്ലസ് ഇടണ്ട കേട്ടോ. ഒരു അമ്മേ, അമ്മേ, ഈ അമ്മയോടെ പോയി? അമ്മേ, മോനെത്തിയോ? നല്ല ആളാട്ടോ നീ. അന്ന് ഞാൻ 2-3 ദിവസം കൂടി നിൽക്കുന്ന് പറഞ്ഞിട്ട് നിക്കാണ്ട് പോയതാ. പിന്നെ ഇത് ഇപ്പോഴാ വരുന്നത്. ഓരോരോ തിരക്കുകളല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അല്ല, അമ്മ ഇതിനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞേ? വേറെന്തിന്? നിന്നെ കാണാൻ തോന്നിയിട്ട്. ഇത് ഞാൻ അത്രയും വിളിച്ചത് കൊണ്ടല്ലേ വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്. അങ്ങനത്തെ വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഓർമ്മയില്ലായിട്ടൊന്നല്ല. ഞാൻ എന്ന് വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് എല്ലാവരും കണ്ടിട്ട് പോണെന്ന്. ഇപ്പൊ തന്നെ ഞാൻ വന്നതേ ഹോസ്പിറ്റലിൽ നിന്നാ.
അവളുടെ അച്ഛനെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കല്ലേ. ആ പറയുന്ന പോലെ എങ്ങനെയുണ്ട് അവളുടെ അച്ഛനിപ്പോ? കുറവുണ്ടോ? ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും 5-6 ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന തോന്നുന്നത്. അല്ല ചേച്ചിന്റെ അച്ഛൻ എന്താ പറ്റിയേ? ആ, ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നോ? കാണാത്തപ്പോ ഞാൻ വിചാരിച്ചേ വീട്ടിലെവിടെയെങ്കിലും പോയിട്ടുണ്ടാവുന്ന. എപ്പോഴും വീട്ടിൽ പോയാലും ശരിയാകുമോ? ഇല്ലെങ്കിൽ ഇപ്പൊ ഇവര് എത്ര തവണയാന്നറിയോ ഓരോരോ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ സഹായത്തിന്? പിന്നെ നമ്മുടെ നീതു മോളില്ലേ, മോളെ അച്ഛന് വയ്യ, ഒരു ഹോസ്പിറ്റലായിട്ട് കുറച്ചായി. അപ്പോ പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഓടി വന്നതാ, അപ്പൊ ഞാൻ വിളിച്ചോണ്ട്. 5-6 മാസമായി ഹോസ്പിറ്റൽ വീടായിട്ട് ഇങ്ങനെ നടക്കുന്നത്. നിങ്ങളുടെ കല്യാണ സമയത്തൊക്കെ നിക്കാൻ പറ്റാണ്ട് അവര് പോയത് അതുകൊണ്ടാ. പിന്നെ മോളെന്ന് പറഞ്ഞ അച്ഛനും ജീവൻ. അപ്പൊ അവര് രണ്ടുപേരും അങ്ങനെയാ. അല്ല പോയി നിക്കണം, അതിനിപ്പോ ഒന്നും പറയാനും ഇല്ല. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയാ, അങ്ങനെ ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ പെട്ടെന്നാണ് വയ്യാണ്ടായത്. പെട്ടെന്ന് എന്തായാലും ഭേദമായിട്ട് വരട്ടെ, എന്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായി. അപ്പൊ ഇവര് രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ നിക്കുക. നമുക്ക് പോകാം ഒരു ദിവസം കേട്ടോ. പിന്നെ ചായക്ക് ചായ ഉണ്ടാക്കാൻ നോക്ക്. പാലെടുത്ത് വെച്ചല്ലേ ഫ്രിഡ്ജിൽ നിന്ന്? അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. ഏയ്, കട്ട മതി അമ്മേ. അതെന്തിനു കട്ടൻ കുടിക്കുന്നത്? ഇത് പാക്കറ്റ് പാലല്ല. ഇവിടെ യശോദേച്ചിന്റെ വീട്ടില് ഒരു പശു ഇപ്പോഴും ഉണ്ട്. അപ്പൊ നീ വരണോന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് ഒരു 1/2 ലിറ്റർ പാല് വാങ്ങിപ്പിച്ചതാ. പിന്നെ അവിടെ മോളെ അച്ഛനെ വലിയൊരു ഫാം ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പാല് കൊണ്ടുവരും. അങ്ങനെയാണ് അവര് പശുവിന്റെ പാല് മാത്രമേ കുടിക്കാറ്. നമ്മളെ പോലെ പാക്കറ്റ് പാലൊന്നും കുടിക്കില്ല. ഞങ്ങൾ ഇവിടെ അങ്ങനെ വാങ്ങലൊന്നും ഇല്ല. എനിക്ക് വേണ്ടി മാത്രം 1/2 ലിറ്റർ പാക്കറ്റ് പാല് വാങ്ങും. പിന്നെ മോനും ചായയല്ലേ കുടിക്കും, ആരും ഇവിടെ പാല് കുടിക്കുന്നത്. പിന്നെ ഇവർക്ക് പാൽപ്പൊടിയാണ് ഇവരെ വീട്ടിലൊക്കെ. അങ്ങനെയാണ് അല്ലേ? അന്ന് വന്നപ്പോ എനിക്ക് എന്തോ പോലെ അവിടുന്ന് ചായ കുടിച്ചിട്ട്. അപ്പൊ ഇവക്ക് പിന്നെ അതാ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ്. നീ പോയി ചായ എടുക്ക്, പറഞ്ഞിട്ട് എന്താ കാര്യമുണ്ട്? അമ്മ എന്തും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് അവളുടെ വീട്ടുകാരെ കുറിച്ച്. ഇതൊക്കെ മോശമല്ലേ? പിന്നെ മോശം എടാ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാനായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. ആവ് കൊണ്ടുവന്ന അറിയാലോ, 6 പവന്. അത് ഇവളെന്നെ ജോലിക്ക് പോയിട്ട് ഉണ്ടാക്കിയിട്ടതാണെന്ന്. അല്ലാണ്ട് വീട്ടുകാരൊന്നും ഒരു തരി പൊന്നു കൊടുത്തിട്ടില്ല. വലിയ അന്തസ്സുള്ള ആൾക്കാരാണല്ലോ. ഞാൻ മനസ്സിന്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് പറയുന്നതാ. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. ഞാൻ വിചാരിക്കും വേണ്ട വേണ്ടെന്ന്. പക്ഷെ ഞാനൊരു അമ്മയായി പോയില്ലടാ. അവനും എൻ്റെ മോൻ തന്നെ അല്ലേ. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനൊരു സപ്പോർട്ടല്ലേ. ഇപ്പൊ നിനക്ക് ആലോചിച്ച് നോക്ക്, നിന്റെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് നിന്റെ ജീവിതം പോകുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം എൻ്റെ മോനും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാൽ അതെന്റെ തെറ്റാ? ഏതമ്മമാരും ചിന്തിക്കും. വേണ്ട വേണ്ടാന്ന് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞതാ. അത് അവര് മുതലാക്കിയിട്ട് പെണ്ണിനെ ഇങ്ങനെ അയച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്ത് കഷ്ടകാലാണോ എൻ്റെ മോന് പറ്റിയത്. അവിടെ പോകാനും ഇതിനെ കാണാനും ഇഷ്ടപ്പെടാനും ഇങ്ങോട്ട് കൊണ്ടുപോകാനും തരാനും. ഈ അമ്മേനെയും കൊണ്ട് ഞാൻ തോറ്റു. അമ്മ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയാന്നറിയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എനിക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട് അവിടെ, അതൊക്കെ വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പൊ അതാ വേണ്ടാത്തോരെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ചായ എടുത്തിട്ട് വരാം. അവൾ ഉണ്ടാക്കി അങ്ങനെ ശരിയാവില്ല. അമ്മയ്ക്ക് പൈസ വല്ലതും വേണോ? ആ പൈസയൊക്കെ വേണം. ഞാൻ പറയാം, കുറച്ച് ചെലവുകളൊക്കെ ഉണ്ട്. ആ 2 ദിവസം മുമ്പ് നിന്റെ ഏട്ടൻ വന്നിട്ട് പോയി. ആ അവന് പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ആണുങ്ങൾ പിന്നെ എന്ത് പറയും? ആ അതന്നെ മതി, ഇപ്പൊ എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ടേക്ക് വഴക്ക് പറയാൻ തുടങ്ങി. അതന്നെയാണ് 6 പവൻ എന്ന് പറഞ്ഞാല് എന്താ, 70 പവൻ അവിടെ കിടക്കണോ, 6 പവൻ അവിടെ കിടക്കുന്നു. എന്നിട്ട് വലിയ ആളായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അവനൊരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഇത്രയും ടെൻഷൻ ഇല്ല. അവനെന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് കല്യാണത്തിനാണെങ്കിലും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ തിരക്കിട്ട് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് മതിയായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ബന്ധവും കിട്ടും. ഇത് വലിയ ജോലി എന്ന് പറയാൻ അങ്ങനെ വമ്പന അവനെ പോലെ ഇതൊന്നും കഴിഞ്ഞതും അല്ലല്ലോ. ആ 6 പവൻ. അത് ആലോചിച്ചിട്ടാണ് എനിക്ക് അത് ഇന്നലെ ഇന്നലെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശാരദ കണ്ടിട്ട് അവൾ എത്ര പ്രാവശ്യം എന്നറിയാം ഇവളെ ചെയിനിലേക്ക് നോക്കുന്നത്. ഞാൻ പറയുന്നുണ്ട് ആ വലിയ താലി എടുത്തിട്ട് അത് വേണ്ട, ആ ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞില് താലി കൊടുത്ത് നടക്കുന്നു. എനിക്ക് എല്ലാം കൂടി ദേഷ്യം വരുന്നുണ്ട്. അമ്മേ, കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള പുതിയ ടവൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എവിടെ വെച്ച്? ഏത്?
അത് താഴെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ എടുക്കാം. അല്ലേ അത് അവള് വന്നതാ. പിന്നെ ശ്രുതി ചേച്ചിനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഭയങ്കര വിഷമം കേട്ടിട്ടേ, നമ്മള് സ്വർണത്തിന്റെ കാര്യം. ഞാനിത് അവളോട് പറയുമായിരുന്നു. അപ്പൊ എന്ത് തുറന്നു പറയാൻ, അവളല്ല, അവള് ചെയ്ത തെറ്റല്ല, അവളെ വീട്ടുകാര് കൊടുത്തൊരു പണിയാണ്. സാരില്ല അല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാ, അവള് സ്വന്തമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കി ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കല്യാണമൊക്കെ അവിടെ തന്നെയാ നടത്തിയത്. അങ്ങനെയും നല്ലത് തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോ സാരില്ല. ശ്രുതി, നീ ഒരു കാര്യം ചെയ്യ്, താഴെ പോയിട്ട് അതെന്നെ എടുത്തോ കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ടേ. പിന്നെ പറയാണ്ട് എനിക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല. മോൻ നോക്കി പറഞ്ഞിട്ട് എന്റെ വിഷമം എവിടെയെങ്കിലും തീർക്കണ്ടേ. നീ ഒരു ദിവസം വാ, വന്നിട്ട് നമുക്ക് വിശദമായിട്ട് ബാക്കി സംസാരിക്കാം. ഇതിപ്പോ എന്താ ചെയ്യാ? ഒരു പ്രതീക്ഷ അവളായിരുന്നു. അപ്പൊ അവള് എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പൊ ആരോടാ ചോദിക്കുക? ഒരു വിഷമത്തിലായിപ്പോ, ഇല്ലാന്നും പറയാൻ പറ്റില്ല. പിടുത്തം കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റിയമ്മേ? കൊറേ നേരമായി ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. രാവിലെ നല്ല ഹാപ്പി ആയിരുന്നല്ലോ. പിന്നെ ഹാപ്പി ആണുള്ള സാഹചര്യങ്ങളാണല്ലോ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് എന്തേ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായാലും പറയാമേ, ഞാനും ഈ കുടുംബത്തിലാണെന്നല്ലേ അമ്മ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അറിയുന്നതിൽ എന്ത് കുഴപ്പമാണല്ലേ? രാവിലെ കേട്ടത് മുഴുവൻ അങ്ങനെ അങ്ങോട്ട് പിടിച്ചെടുത്തിരിക്കുക അല്ലേ? ശാരദയില്ലേ, അവളെ മോൻ എന്ത് എഞ്ചിനീയറിങ്ങിനോ മറ്റോ പഠിക്കുക. ചെക്കന് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 70,000 രൂപ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനോ, നീ ഒന്ന് പറ. അയ്യോ, ഇത്രയും പൈസയൊക്കെയോ? ഇത്ര രൂപയൊക്കെ ഒരാളെ ചോദിച്ചാൽ എങ്ങനെ എടുത്തു കൊടുക്കാനാ? അമ്മയ്ക്ക് പറഞ്ഞൂടെ ഇല്ലാന്ന്? അതല്ലേ പ്രശ്നം. എനിക്ക് അങ്ങനെ അവിടെ പോകുന്നവര് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചത്രേ, എവിടെ നിന്നും കിട്ടാണ്ടായപ്പോ ഒരു നിവൃത്തിയില്ലാണ്ടാണ് ചേച്ചി നിങ്ങളോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഇവിടെ വന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചവളെ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുന്നത് പിന്നെയും വിളിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോ ഞാൻ ഇവിടെ അടുത്ത് പോയതാ, സുമതിന്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പൊ അവളെ കയ്യിലില്ല. ആർക്കെങ്കിലും ഇത്രയും പൈസ എടുത്ത് വെച്ചിരിക്കും. വിനോദില്ലേ, മൂത്തവൻ, അവന്റെ പഠിത്തത്തിന്റെ സമയത്തെ നമുക്ക് ചെറിയൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. ചെക്കൻ MBA സെക്കൻഡ് ഇയർ ആയിട്ട് നിൽക്കുക. അപ്പൊ ചെറിയൊരു ഫീസിന്റെ കഷ്ടപ്പാട്. അപ്പൊ ഇവളാണ് എന്നോട് പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, വേറെ ഒരു പൈസ എടുത്തു വെച്ചിട്ടുണ്ട്, അത് തരാം, അതോ ഗുരു കിട്ട വകയിലുണ്ട് പറഞ്ഞിട്ട് ഒന്നും നോക്കാണ്ട് ഭാസ്കരേട്ടൻ്റെ കൊടുത്തയച്ചു 1,00,000 രൂപ. ഞങ്ങള് കൊടുത്തൊക്കെ വീട്ടി. പക്ഷെ അങ്ങനെയാണല്ലോ ഈ കടങ്ങൾ എന്ന് പറഞ്ഞാല്, നമ്മൾ പൈസ കൊണ്ട് മാത്രമുള്ളതല്ലല്ലോ. അപ്പൊ ഒരു ബന്ധത്തിന്റെ പേരിലും കൂടിയാണ് ഇപ്പൊ ഒന്ന് ചോദിച്ചത്. നമ്മൾ കൊടുക്കുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എങ്ങനെയില്ല എന്ന് പറയും. നമുക്കൊരു സഹായത്തിന് വന്നതല്ലേ. ഇപ്പൊ അവളുടെ കുട്ടിന്റെ പഠിത്തമല്ലേ, ആകെ കഷ്ടപ്പാടായിപ്പോയി. അങ്ങനെയാണ് ഇപ്പൊ അമ്മയ്ക്ക് വിനോദേട്ടനോട് ചോദിച്ചാ പോരെ. 75,000 രൂപ എന്ന് പറഞ്ഞാൽ അയാളുടെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പൈസയല്ലേ. ബെസ്റ്റ്, നല്ല ആള്. വിനോദിനോട് 75,000 ചോദിക്കാം. അവന് തരേണ്ട ആവശ്യമില്ല, അവൻ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. അതിന് 10,000 കണക്ക് ഞാൻ അങ്ങോട്ട് ബോധിപ്പിക്കാം. ഇനിയാണ് 75,000 അവനോട് ചോദിക്കും. വിനോദേട്ടൻ അങ്ങനത്തെ ഒരാളാ? അവന് 10,000 കാര്യങ്ങൾ ഉണ്ടാവില്ല എന്റെ ഏട്ടന്. എന്നാ പിന്നെ ഇവിടുന്ന് 70 പവൻ കൊടുത്ത് കെട്ടിച്ച അനുമോളില്ലേ, അനുമോളോട് ചോദിച്ചാ പോരെ, തരില്ലേ? നിനക്ക് എന്തൊക്കെ അറിയണം? അനുമോളോടൊന്നും ചോദിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചു കൊടുത്ത സമയം തന്നെ എന്തൊക്കെയോ വീട്ടില് പണിയുണ്ട് അത് എന്ന് പറഞ്ഞിട്ട് ചേക്കാൻ ഒരു വീട് വാങ്ങി. അതും പോരാ, അവിടെ സൗകര്യം പോരാന്ന് പറഞ്ഞിട്ട് വേറൊരു വീടും വാങ്ങി. പോയ പെണ്ണിന്റെ സ്വർണം മുഴുവനും. ഇപ്പൊ എനിക്ക് അവളോട് ചോദിക്കാൻ പറ്റും? അവളെന്താ വല്ല ജോലിക്ക് പോകുന്നുണ്ടോ നിന്നെ പോലെ? പിന്നെ നിന്റെ കെട്ടിയവനോട് തീരെ ചോദിക്കാൻ പറ്റില്ല, അതല്ലേ പ്രശ്നം. ഇനിയിപ്പോ അവന് അടുത്ത മാസം ശമ്പളം കിട്ടണം. എണ്ണിച്ചുട്ട് അപ്പം പോലെ എന്തെങ്കിലും കൊണ്ടുവരും, ഇവിടുത്തെ കാര്യം ചെയ്യും, കുറി അത് ഇത് EMI എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പോകും. ഒരു പ്രതീക്ഷ. അവന് ബിസിനസ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. നീ ലക്ഷങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോണ്ടേ എന്റെ മോൻ വലിയ നമ്പാരിനെ പോലെ നടക്കല്ലേ. എന്നൊരു കാര്യം ചെയ്യും, 70,000 അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുത്താ. കൊണ്ടുവന്ന ഒരു ഇത്തിരി പൊടി സ്വർണ്ണം, അതുകൊണ്ട് ഒന്നിനും തികയില്ല. എന്നിട്ട് അവനോട് ഒന്നും പറയിപ്പിക്കരുത് മനുഷ്യൻ, നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ പിള്ളേരെയൊക്കെ വളർത്തിയത്. അത് ഇങ്ങനത്തെ ഓരോ പ്രതീക്ഷയൊക്കെ ഉണ്ട്. സ്വർണവും ഇല്ല, ഒന്നുമില്ല, സ്വന്തം പറഞ്ഞ് വന്നിരിക്കുന്നു.
അതാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അല്ലെങ്കിൽ എനിക്ക് അവനോട് ചോദിച്ചാൽ പോരെ. അവനാണ് അത്യാവശ്യം കുടുംബ സ്നേഹം ഉള്ളത്. ഇപ്പൊ അവന്റെ കയ്യിൽ എന്താണ് എറിയുന്ന ആൾക്കാരുടെ കയ്യിൽ കല്ല് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ മോനിപ്പോ ഒന്നും ഇല്ലാണ്ട്. അമ്മ എന്നെ കുറ്റം പറയാനുള്ള ഓരോ അവസരവും പാഴാക്കണില്ലല്ലോ. ഒരു 2 സെക്കൻഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതി എന്നെ കുറ്റപ്പെടുത്താൻ. ഇപ്പതാ ചെറിയൊരു പൈസക്ക് വേണ്ടിയിട്ട് അവനും തരില്ല, ഇവനും തരില്ല, അവളും തരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. ഞാൻ അമ്മയോട് ഒരു കാര്യം പറയട്ടെ. എന്റെ അച്ഛനും അമ്മയും എനിക്ക് കൈ നിറയെ സ്വർണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വലിയ അപരാധം ചെയ്ത പോലെയാണല്ലോ അമ്മ ഓരോ ദിവസവും പറഞ്ഞോണ്ട് നടക്കുന്നത്. എന്നോട് അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 പവനെ എന്ന് അച്ഛന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കൊടുക്കാൻ. ബാക്കി മുഴുവനും അനീഷേട്ടനും വിനോദേട്ടനും കൂടി എടുത്താണ്. അതിൽ 45 പവൻ അനീഷേട്ടനെ കൊടുത്തത്. അമ്മയ്ക്കാണെങ്കിൽ ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. അന്നുമില്ല, ഇന്നുമില്ല. പിന്നെ മോളെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ ഈ 2 ആൺപിള്ളേരെ കണ്ടിട്ടല്ലേ. അവര് സമ്പാദിച്ച്, അവരുണ്ടാക്കി, അവര് കെട്ടിച്ചയക്കുന്ന വിശ്വാസമല്ലേ. എന്നിട്ടാണ് എന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നത്. അവരെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നല്ലൊരു ജോലി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ആഭരണങ്ങൾ എടുക്കാനും പറ്റും, കല്യാണം നടത്താനും പറ്റും. അതിലൊന്നും ഞാൻ ഒരാളുടെ മുമ്പിൽ പോയി ഇറങ്ങിട്ടില്ല. പിന്നെ അമ്മ പറഞ്ഞു, കുടുംബം നോക്കുന്ന ഒരേ ഒരു അനീഷാണ്, അവന്റെ കയ്യിലാണെങ്കിൽ എറിയാൻ കല്ലുമില്ല. ആ കല്ല് ഇല്ലാണ്ടാക്കിയ നിങ്ങളല്ലേ. അനിയത്തിക്ക് കൊടുത്ത 45 പവൻ ഉണ്ടെങ്കിൽ മതിയായിരുന്നല്ലോ അനീഷന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ. പിന്നെ എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ആ ഇടവരുത്തിയത് അമ്മയല്ലേ. അമ്മയ്ക്ക് ഇപ്പൊ ഒരു 5000 വേണമെങ്കിലേ വിനോദന്റെ മുമ്പില് കാര്യകാരണ സഹിതം ബോധിപ്പിച്ച് പരാതിയും പറയണം. എന്നാൽ മാത്രമേ മൂപ്പരയുന്ന ഒരു 5000 രൂപ കിട്ടും. പിന്നെ അനീഷനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, പ്രാരാബ്ദങ്ങളല്ലേ കുടുംബത്തിന്റെ. പിന്നെ കെട്ടിച്ചു വിട്ടൊരു മോളാണുള്ളത്. ഗ്രാൻഡായിട്ട് കല്യാണം കഴിച്ചു വിട്ടു, നിറയെ സ്വർണം കൊടുത്തിട്ട്. പക്ഷെ ഒരു ഉപകാരമൊന്നുമില്ലല്ലോ കുടുംബത്തിന്. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ഹസ്ബൻഡ് മുമ്പിൽ കൈ നീട്ടണം. കാരണം ജോലി ഇല്ലല്ലോ. എനിക്ക് എന്തായാലും ആ ഒരു ഗതികേടില്ല. അഥവാ കുറച്ച് സ്വർണം വേണമെങ്കിലേ 2-3 വർഷം ജോലി ചെയ്താലേ എനിക്ക് വാങ്ങാനുള്ളതേ ഉള്ളൂ. ഈ 6 പവൻ വളരെ നിസ്സാരമായിട്ട് പറയുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് വാങ്ങാൻ പറ്റുമോ 6 പവൻ? അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ അമ്മേന്റെ ഇപ്പോഴത്തെ അവസ്ഥനേക്കാളും എത്രയോ ബെറ്ററാ എന്റെ അവസ്ഥ. എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ ഭർത്താവിന്റെ മുമ്പിലോ എന്റെ വീട്ടുകാരുടെ മുമ്പിലോ കൈ നീട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടേ വീട്ടിൽ ഓരോരുത്തർ വരുമ്പോഴും ഫോൺ ചെയ്തിട്ടൊക്കെ എന്നെയും എന്റെ വീട്ടുകാരെ കുറിച്ചും കുറ്റം പറഞ്ഞ പരിപാടിയില്ലേ, ആ പരിപാടി അമ്മയോട് നിർത്തണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാം? 1 രൂപയ്ക്ക് പോലും സ്വന്തം ഭർത്താവിന് മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കൈ നീട്ടേണ്ട അവസ്ഥ. പിന്നെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്ന വിചാരിച്ചൊന്നും അല്ല, അമ്മയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പൊ 75,000 രൂപയല്ലേ, അതിന്റെ പേരിൽ അമ്മ ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പോകുന്നും വേണ്ട. പൈസ എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം.